ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ ഗൈസ്, ഒസ്ലർ ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്യുന്ന സിനിമ, അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്യുന്ന സിനിമ നോട്ട് ദ പോയിന്റ്. ആൻഡ് അതുപോലെ തന്നെ ജയറാം ഏട്ടന് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ വലിയൊരു ഡയറക്ടർ വന്നിട്ട് ഒരു സിനിമ എടുത്തിട്ട് നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് ഒരു സിനിമയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജയറാം ഫാൻസിന് എല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്യുന്ന, ഒട്ടുമിക്ക മലയാള സിനിമ ആരാധകരും വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ. കാരണം മിഥുൻ മാനുവൽ തോമസിന്റെ അടുത്തൊരു ഡയറക്ഷണൽ പടമാണല്ലോ ഒസ്ലർ. നല്ലൊരു ത്രില്ലർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് പുറം ലോകമായ ആകെയുള്ളതുണ്ട്. ഡയറക്ടർ ഓഫ് അഞ്ചാം പാതിര. ഒരേ തൂവൽ പക്ഷികളാണല്ലോ. ഐ ലൈക്ക് ദിസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കുറെ നിഗൂഢതകൾ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് പോലെ ഒരു സ്റ്റോറി. എന്തായാലും ട്രെയിലർ മേക്കിംഗ് കൊള്ളാം ഇതുവരെയും. പിന്നെ ജയറാമേട്ടന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ഒരു ഏജിന് ചേർന്നത് പോലത്തെ ഒരു ക്യാരക്ടർ. എന്താ പറയാ, സീരിയസ് റോളിൽ ജയറാമേട്ടനെ കുറെ കാലമായിട്ട് കണ്ടിട്ട്, അതുപോലെ ഒരു പോലീസ് റോളിലും ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അർജുൻ അശോകനും ഉണ്ട്, പുള്ളിക്കാരന് നല്ലൊരു റോൾ ഉണ്ട് തോന്നുന്നു. ബാക്കി കാണാം. ഇമോഷണൽ ക്രൈം ഡ്രാമ. പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വന്തൂരിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. ആൾക്കാരെ നന്നായിട്ട് വീഴിപ്പിക്കാറില്ല. ഓ, അനശ്വര. പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമെല്ലാം എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്ത നമ്മുടെ ശാപമോക്ഷത്തിനായി കൊടുക്കാൻ ചെലുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ലർ. അയാളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. ഓ, ഒസ്ലർ എബ്രഹാം. Jan 11th, ഓക്കെ. നെക്സ്റ്റ് വീക്ക് പടമുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഓ, ദിസ് ഇസ് പ്രോമിസിങ്. ദിസ് ഇസ് റിയലി പ്രോമിസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട് ജയറാമിന്. അത് കാരണം പുള്ളിക്കാരനൊരു എന്താ പറയുക, ഈ ഇൻസോമാനിയാക് എന്ന് പറയുന്ന പോലെ ഉറക്കമില്ലാത്തൊരു പ്രശ്നമുണ്ട്. സോ പുള്ളിക്കാരൻ്റെ ഏറ്റവും അവസാന കാലം, ഇല്ലെങ്കിൽ റിട്ടയർ ആയ ശേഷം പുള്ളിക്കാരന് വരുന്ന എന്തെങ്കിലും പ്രശ്നം, ഇല്ലെങ്കിൽ പുള്ളിക്കാരന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കേസ്, അതും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കേസ്. സിദ്ദിഖയുടെ ബാക്കിലുള്ള നരേഷൻ എല്ലാം അതുപോലെ തോന്നുന്നത്. സംവൺ ഈസ് ഹോണ്ടിങ് ഹിം, അതുപോലെ എനിക്ക് തോന്നി. ഇറ്റ്സ് വെരി നൈസ്. ട്രെയിലർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടവും അഞ്ചാം പാതിര പോലെ തന്നെ നൈസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ജയറാമേട്ടന് മലയാളത്തിൽ ഒരു ഹിറ്റ് വന്ന കാലം ഞാൻ മറന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക്, ലൈക്ക് അഞ്ചാം പാതിര ഇറ്റ്സെൽഫ്, ഇതിന്റെ മ്യൂസിക് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയും. കാരണം തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പോകുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ ആയിരിക്കും. കാരണം ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ നമുക്ക് എഫക്ട് കിട്ടുള്ളൂ. എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് അഞ്ചാം പാതിര കണ്ട് ഞാൻ ചെറുതായെന്ന് വിറച്ചത്. കാരണം അതിൽ ഈ ഗോസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിംഗ് ഒക്കെ നമ്മളെ സൂപ്പർ ആയിട്ട് തിയേറ്ററിൽ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം തന്നെ ഈ ഒസ്ലറും തരുന്ന എനിക്ക് നല്ലൊരു വിശ്വാസം ഈ ട്രെയിലർ കണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ജാനുവരി 11 പടം തിയേറ്ററുകൾ റിലീസാണ് ഗൈസ്. ഞാൻ എന്തായാലും കാണും. കണ്ടിട്ട് അതിന്റെ റിവ്യൂ അപ്പെടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയാ ഗൈസ്. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.